following sets are equal sets. താഴെ തന്നിരിക്കുന്നത് ഈക്വൽ സെറ്റ്സുകൾ ഏതൊക്കെയാണ്? അപ്പൊ ഈക്വൽ സെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ രണ്ട് സെറ്റുകൾ എന്തായാലും വേണം. അപ്പൊ നമുക്ക് രണ്ട് സെറ്റുകൾ നമുക്ക് എടുത്ത് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ A is equal to set 1, 3, 5, 7, 9. Okay. Capital B is equal to set of all x such that x is a natural number. Okay, x is an odd natural number. X is an odd natural number. Odd natural number less than 10. അപ്പൊ ഇത് നമുക്ക് റോസ്റ്റർ ഫോമിൽ തന്നിരിക്കുന്നു. ഈ കാണുന്നത് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ റോസ്റ്റർ ഫോമിൽ നമ്മൾ പ്രത്യേകിച്ച് മാറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം തന്നെയാണ്. അപ്പൊ ഇത് സെറ്റ് ബിൽഡർ ഫോം ആകുമ്പോൾ നമുക്ക് അതിനെ റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പർ ആണ്. എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ, ഒറ്റ സംഖ്യയാണ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് ലെസ് ദാൻ 10, 10ൽ കുറവായിട്ടുള്ള ഒറ്റ സംഖ്യ. 10ൽ കുറവുള്ള ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 1, 3, 5, 7, 9 അല്ലേ? അതേ എലമെന്റ്സ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന 5 എണ്ണം ഉണ്ട്, ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന 5 എണ്ണം ഉണ്ട്. അപ്പൊ അത് ഈക്വലന്റ് സെറ്റ്സ് ആയി കഴിഞ്ഞു. ഇനി ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ 1 ഉണ്ട്, അവിടെ 1 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 7 ഉണ്ട്, ലാസ്റ്റ് 9 ഉണ്ട്, അവിടെയും 9 ഉണ്ട്. അപ്പം എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ് തന്നെയാണ് രണ്ട് സെറ്റിനകത്ത് വന്നിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു സെറ്റ്സ് ആർ ഈക്വൽ സെറ്റ്സ്. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എഴുതാം A is equal to B. എഴുതി വെച്ചിട്ട് മാത്രമല്ല, കാരണം നമ്മൾ റോസ്റ്റർ ഫോമിൽ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനോ. ഓക്കെ, രണ്ടാമത്തെ ക്യാപിറ്റൽ A is equal to set of all 2, 3. Set 2, 3. Capital B is equal to set x such that x square minus 6x, sorry, minus 5x plus 6 is equal to 0. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത് 2 ഉം 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്തിരി ഇൻഡിഫറന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതേ മോഡൽ നമ്മൾ റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ. പറഞ്ഞിരിക്കുന്നതാണ് സെറ്റ് ഓഫ് x x square minus 5x plus 6 is equal to 0. x square minus 5x plus 6 is equal to 0. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഇനി പഠിക്കും. പക്ഷെ നമ്മൾ ഇതിന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് വേറെ പേരിട്ടാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ രണ്ടാകൃതി സമവാക്യങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ, അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു ഫോർമുലയെ നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു ഇല്ലേ? ആ ഫോർമുല എന്താണ് നമുക്കറിയാം. ഫോർമുല ഇതാ പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കാനുള്ള മാർഗം ഇത്രയുള്ള -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2e നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് എഴുതാം x² മൈനസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവിടെ a എന്ന് പറയുന്ന x² കോഎഫിഷ്യന്റ് x² മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇവിടെ x² ആരെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആരാണ്? 1 ആണ്. അപ്പൊ a is equal to 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. b എന്ന് പറയുന്നത് x ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ് b. x ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ് -5 ആണ്. സോ b യുടെ കൂടെ മൾട്ടിപ്ലൈ b എന്ന് പറയുന്ന ആർക്ക് ഈക്വൽ ആയിട്ട് മാറും? -5 ന് ഈക്വൽ ആയിട്ട് മാറും. ഇനി c എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? 6. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. x is equal to നമുക്ക് ഫോർമുല എഴുതാം -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2e is equal to മൈനസ് b എന്ന് പറയുന്ന നേരത്ത് -5. അപ്പൊ നമ്മള് ബ്രാക്കറ്റിനകത്ത് കൊടുത്തു. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -5 സ്ക്വയർ ആയിട്ട് b² മൈനസ് 4 ഇൻറ്റു a എന്ന് പറയുന്ന 1 ഇൻറ്റു c എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a എത്രയാണ്? 1. ഇനി മൈനസ് ഓഫ് -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിട്ട് മാറട്ടെ? +5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² -5 സ്ക്വയർ എത്രയാണ്? 25 മൈനസ് 4 into 6 24
divided by 2 ആണല്ലോ. 5 is equal to 5 plus or minus root 25 minus 24. 25 minus 24 എന്ന് പറഞ്ഞാൽ 1 ആണ്. root 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. divided by 2. That is equal to നമുക്ക് എഴുതാം 5 plus 1 divided by 2 or 5 minus 1 divided by 2. What is 5 plus 1? 6. 6 by 2 3. Or 5 minus 1 എന്ന് പറഞ്ഞാൽ 4. 4 by 2. അപ്പോൾ x ന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 2 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് b എന്ന് പറയുന്ന സെറ്റ് പറഞ്ഞിരിക്കുന്ന സെറ്റ് അപ്പോൾ x such that x square minus 5x plus 6 is equal to 0 ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ x ന്റെ വാല്യൂസ് ആരൊക്കെയാണ്? 3 അല്ലെങ്കിൽ 2 ആണ്. സോ നമുക്ക് ഉടനെ നമുക്ക് b എഴുതാം. b is equal to set 3, നമുക്ക് a എന്ന് പറയുന്ന സെറ്റ് 2, 3 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? ചെക്ക് ചെയ്യാൻ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഈക്വൽ ആയി കഴിഞ്ഞു. ഇനി 2 ഇവിടെ ഉണ്ട്, അവിടെ 2 ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, അവിടെ 3 ഉണ്ട്. അപ്പോൾ they are equal 6. Therefore നമുക്ക് പറയാം a is equal to okay. Next question. മൂന്നാമത്തെ question. Capital L is equal to set of all x such that x is a letter in the word alloy. Okay, alloy എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ഒരു ലെറ്റർ ആണ് ക്യാപിറ്റൽ L എന്ന് പറയുന്നത്. ക്യാപിറ്റൽ M എന്ന് പറയുന്നത് സെറ്റ് ഓഫ് x such that x is a letter in the word loyal. ഈ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണ്. ഒന്ന് അലോയ് എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സ്, മറ്റേത് ലോയൽ എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സ്. പെട്ടെന്ന് നമ്മൾ നോക്കാൻ നേരത്തെ രണ്ട് വേർഡിനകത്തുള്ള ലെറ്റേഴ്സ് നേരത്തെ ഒരിക്കലും ഈക്വൽ ആവത്തില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അതിന് രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? റോസ്റ്റർ ഫോമിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ കൺവെർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം എൽ എഴുതാം. എൽ ഇസ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് അലോയ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അലോയ് എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സ് ആരെങ്കിലും നമുക്ക് നോക്കാം. ആരൊക്കെ ഉണ്ട് നോക്കിട്ട് പറഞ്ഞാണ് എ ഉണ്ട്, നമ്മൾ എഴുതി കോമ. ഇനി എല്ലുണ്ട്, എല്ല് എഴുതി. വീണ്ടും എഴുതേണ്ട കാര്യം ഉണ്ടാ? ഇല്ല. വൈ? എന്തുകൊണ്ട്? റോസ്റ്റർ ഫോമിനകത്ത് നമ്മളെ എലമെന്റ്സുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതത്തില്ല. ആ ഒരു കാരണം ഉള്ളത് കൊണ്ട് വീണ്ടും എല്ലോ വന്നപ്പോൾ നമ്മൾ എഴുതിയില്ല. ഇനി ഓ പിന്നെ ആണല്ലോ. ഇനി അവിടെ ഞാൻ എന്താ എം എന്ന് പറയുന്ന ലെറ്റർ എഴുതാൻ പാടില്ല. എം എന്ന് പറയുന്ന സെറ്റ് എഴുതാൻ പാടില്ല. എം എന്ന് പറയുന്നത് ലോയൽ എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സ് ആണ്. അപ്പൊ അവിടെ നമുക്ക് എഴുതി തുടങ്ങാം. സോ എല്ലുണ്ട്, ഓ ഉണ്ട്, വൈ ഉണ്ട്, എ ഉണ്ട്. ഇനി എൽ എഴുതേണ്ട കാര്യം ഉണ്ടാ? ഇല്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണ്. ഈ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ആയി? 4 എലമെന്റ്സ്. രണ്ടാമത്തെ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ്? അവിടെ 4 എലമെന്റ്സ്. അപ്പൊ രണ്ട് സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. ഇനി ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, എൽ ഉണ്ട്, എൽ ഉണ്ട്, ഓ ഉണ്ട്, ഓ ഉണ്ട്, വൈ ഉണ്ട്, വൈ ഉണ്ട്. That means sets L and M. The set L and M contains exactly the same elements. രണ്ടിടത്തും സെയിം എലമെന്റ്സ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം therefore നമുക്ക് പറയാം L is equal to M. അപ്പൊ നമുക്ക് രണ്ട് സെറ്റുകൾ ഈക്വൽ ആണോ ചെക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിനെ റോസ്റ്റർ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പറയാൻ നോക്കും ആ കാണുന്ന സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആണോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും. പിന്നെ ആദ്യ സെറ്റിനകത്തുള്ള അതേ എല്ലാ എലമെന്റ്സുകളും ഇപ്പുറത്തും ഉണ്ടോ നമ്മൾ നോക്കും. നോക്കിയിട്ട് നമുക്ക് പറയാൻ നോക്കും ആ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണോ ഈക്വലന്റ് ആണോ ഈക്വൽ ആണോ അല്ലയോ നമുക്ക് പറയാൻ നോക്കും. ഇനി ഈക്വലന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സുകൾ ഈക്വൽ ആയിട്ട് വരുന്ന സെറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈക്വലന്റ് സെറ്റ്സ്. അതൊരിക്കലും മറന്നു പോകരുത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ഈ അലോയും പറഞ്ഞിട്ട് അടുത്തത് എന്താണ്? വേറെ എക്സാമ്പിൾ എൻ എന്ന് പറയുന്ന സെറ്റ് എന്തൊക്കെയാണ്? സെറ്റ് ഓഫ് എക്സ് സെറ്റ് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ബൂസ്റ്റ്. ബൂസ്റ്റ് എന്ന് പറയുന്ന വേർഡിനകത്ത് ലെറ്റേഴ്സ്. അപ്പൊ നമ്മൾ എഴുതുന്നു ബി ഉണ്ട്, ഒ ഉണ്ട്, എസ് ഉണ്ട്, ടി ഉണ്ട്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ എല്ലും എന്നും ഈ രണ്ട് സെറ്റുകൾ ഈക്വൽ സെറ്റ്സ് ആണോ? ഈ രണ്ട് സെറ്റുകൾ ഈക്വൽ സെറ്റ്സ് ആണോ? അല്ല. എന്തുകൊണ്ട്? ഈ കാണുന്ന എ ഇവിടെ നമുക്ക് 4 എലമെന്റ്സ് ഉണ്ട്, ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്.
ഇവിടെ എ ഉണ്ട്, ഇതിനകത്ത് എ ഇല്ല. അപ്പോഴേ നമുക്ക് പറയാം ഇതെന്തല്ല ഈക്വൽ സെറ്റ്സ് അല്ല. ചിലപ്പോൾ എക്സാം ചോദിക്കുന്നത് ഈസ് എൽ ആൻഡ് എൻ ഇക്വലന്റ്. They are equivalent sets. Why? Number of elements of n എന്ന് പറയുന്നത് 4 തന്നെയാണ്. Number of elements of n എന്ന് പറയുന്നത് 4 തന്നെയാണ്. So we can say that these two sets are equivalent, but they are not equal. In this case, L and M, they are both equivalent and equal. Okay. We are going to discuss a very important concept in set known as subset. എന്താണ് സബ്സെറ്റ്? നമ്മുടെ സെറ്റിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സബ്സെറ്റ് ഓഫ് എ സെറ്റ്? ഒരു സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ സബ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ഇതിപ്പോ കേട്ടുകയാണ്. ഇപ്പം സബ് ഓഫീസ് അല്ലെങ്കിൽ സബ് ഡിപ്പോ, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് സബ് റീജിയണൽ സെക്ടർ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ പല സ്ഥലത്ത് നമ്മൾ സബ് ഡിവിഷൻ, ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അവിടെ സബ് ഡിവിഷൻ, ഒരു ഫോർ എക്സാമ്പിൾ സബ് ഡിവിഷൻ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ഫാക്ടറി, ആ ഫാക്ടറിയുടെ ഒരു സബ് ഡിവിഷൻ നമുക്ക് ചിലപ്പം തൊട്ടടുത്ത് ഒരു വലിയൊരു ഫാക്ടറി ആയിരിക്കും. ആ വലിയൊരു ഫാക്ടറിയുടെ ഒരു സബ് ഡിവിഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥാപനം നമ്മുടെ വീടിന്റെ അടുത്ത് വിചാരിക്കും. ആ സബ് ഡിവിഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ മെയിൻ ഡിവിഷനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഉണ്ടാക്കുന്നത്, ആ ഫാക്ടറിയിൽ എന്തൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടോ അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൊരു കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെയും ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ ഒക്കത്തില്ല, പക്ഷെ അവിടെ ഉണ്ടാക്കുന്ന തന്നെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും, ഇവിടെ ചെയ്യാനോ, പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുകൊണ്ട് നമ്മളതിനെ സബ് ഡിപ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, ചെയ്യാനുണ്ട്, പക്ഷെ അവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു സബ് ഡിവിഷൻ എന്നുള്ള മീനിങ്, അല്ലെങ്കിൽ സബ് ഡിപ്പോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതേതൊക്കെയാണ് സെറ്റ്. ഞാൻ പറയുന്നു എ എന്ന് പറയുന്ന ഒരു സെറ്റ്. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സ് ഞാൻ പറയുന്നു 2, 3, 5. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് എടുക്കും. That is 1, 2, 3, 4, 5, 6. ഈ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ബന്ധം, ആ എലമെന്റ്സുകൾക്ക് ഒരു പ്രത്യേകത എന്താണ്? ഈ 2 എന്ന് പറയുന്ന എലമെന്റ് ഇവിടെയാണ്, 3 എന്ന് പറയുന്ന എലമെന്റും ഇവിടെയാണ്, 5 എന്ന് പറയുന്ന എലമെന്റും ഇവിടെയാണ്. അതായത് ആദ്യത്തെ സെറ്റായ എയിലുള്ള എല്ലാ എലമെന്റ്സുകളും എവിടെയുണ്ട്? ബിയിലുണ്ട്. ബിയിലുള്ള എല്ലാ എലമെന്റ്സും അതേ കണക്ക് എവിടെയുണ്ട്? ബിയിലുണ്ട്. ശരിയാണ്. പക്ഷെ അത് ഈക്വൽ ആണോ? അവ രണ്ടും ഈക്വൽ ആണോ? അല്ല. കാരണം ഇവിടുത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് ഒന്നല്ല, ഈക്വൽ അല്ല. പക്ഷെ എയിലുള്ള എല്ലാ പേരും എവിടെയുണ്ട്? ബിയിലുണ്ട്. അപ്പൊ ഒരു സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സുകളും മറ്റൊരു സെറ്റിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സെറ്റ് ഓഫ് ദി ഗിവൻ സെറ്റ് എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് പറയാം എയിലുള്ള എല്ലാ ആൾക്കാരും ബിയിലുണ്ട്. അതിന്റെ മീനിങ് ഇത്രയുണ്ട്. എ എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ ഇട്ടിട്ട് നമ്മളൊരു നീണ്ട സി ഇടും. ഇത് നമ്മൾ ബി എന്ന്. ഇതിനെ വായിക്കുന്നത് എ സി ബി എന്നല്ല വായിക്കുന്നത്, നമ്മൾ വായിക്കുന്നത് എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ് വായിക്കുന്നത്. ഓക്കെ, അതിന്റെ അർത്ഥം എയിലുള്ള എല്ലാ ആളുകളും എവിടെയുണ്ട്? ബിയിലുണ്ട് എന്നാണ് മീൻസ്. അപ്പം ബിയിൽ ഇവിടെ വലിയ ആൾക്കാർ, ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ബിയിലാണ്. എയിലുള്ളത് എന്താണ്? ഇതിന്റെ കുറച്ച് ആൾക്കാരെ മാത്രമേ കാണത്തുള്ളൂ. ഈക്വൽ ആവാം, അത് സബ്സെറ്റ് തന്നെയാണ്, നമ്മൾ പിന്നീട് പറയും. അപ്പം എയിലുള്ള എല്ലാ ആൾക്കാരും എവിടെയുണ്ട്? ബിയിലുണ്ട്. അപ്പം ബി വലിയവനാണ്. വലിയവൻ എപ്പോഴും വാ തുറന്ന ഭാഗത്തായിരിക്കും. ചെറിയവൻ എപ്പോഴും എന്താണ്? സബ്സെറ്റുകൾ എപ്പോഴും വാ അടഞ്ഞ ഭാഗത്തായിരിക്കും. വാ തുറന്ന ഭാഗത്ത് വലിയവനായിരിക്കും, വാ അടഞ്ഞ ഭാഗത്ത് ചെറിയവനായിരിക്കും. അപ്പം എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതാം. ഇനി ഞാൻ പറയണ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നു. ബി ഇസ് എ സബ്സെറ്റ് ഓഫ് ഡി. സബ്സെറ്റ് ഓഫ് ഡി അങ്ങനെ എഴുതേണ്ടെങ്കിലാണ് ബി എന്ന് പറഞ്ഞിട്ട് എഴുതുക, എന്നിട്ട് നീണ്ട സി ഇടുക, ഡി.
കാരണം ബി ആണ് സബ്സെറ്റ് ആണ്. ഓക്കെ, ഡി എന്ന് പറയുന്നതാണ് വലിയ എപ്പോഴും എന്താണ് നമ്മൾ ആ തുറന്ന ഭാഗത്തായിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ സബ്സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സബ്സെറ്റ് എന്ന് പറയുന്നത് ഇതാണ് മീൻ ചെയ്യുന്നത്. ഇഫ് a set capital A is said to be a subset of capital B if every element of A is in B. A യിലുള്ള എല്ലാ പേരും എവിടെ ഉണ്ടായിരിക്കണം? B യിൽ ഉണ്ടായിരിക്കണം. It is denoted by A ഇടുക, നീണ്ട C ഇടുക, B ഇടുക. ഓക്കെ, A subset of B എന്ന് വായിക്കും. ഓക്കെ, ഇനി ഈ കാണുന്ന വലിയ ഭാഗത്ത് എഴുതിയിരിക്കുന്നവരെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന വേറെ പേരുണ്ട്, സൂപ്പർ സെറ്റ്. വിളിക്കും സൂപ്പർ സെറ്റ്. നമുക്കിവിടെ അത്യാവശ്യമില്ല എങ്കിലും നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് എന്നാലും നമ്മൾ പഠിച്ചു വെച്ചേക്കും. ഈ വലിയ നമ്മൾ ചെയ്യുന്ന എപ്പോഴും സൂപ്പർ സെറ്റ് എന്ന് പറയാം. വലിയ ആൾക്കാർ എപ്പോഴും സൂപ്പർ അല്ലേ? ഒരു സൂപ്പർ സെറ്റ് എങ്ങനെ ആലോചിച്ചത്? ചെറിയ ആൾക്കാർ സബ് അല്ലേ? അവർ സബ്സെറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് സൂപ്പർ സെറ്റും സബ്സെറ്റും എന്ന് പറയുന്നത്. സബ്സെറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നു 2, 3, 5, 7 കൂടെ ഉണ്ടാകും വിചാരിക്കും. ഇവിടെ 7 എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ടാടേ ഇല്ലല്ലോ. അപ്പൊ എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ടോ? ഇല്ല. അങ്ങനെ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് ബിയുടെ എന്തല്ല? സബ്സെറ്റ് അല്ല. എയിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ടായിരിക്കണം, ബിയിൽ ഉണ്ടായിരിക്കണം. ഇവിടെ 7 എന്ന് പറയുന്നവനില്ല. ബാക്കി 2, 3, 5 ഒക്കെ ഉണ്ട്, പക്ഷെ 7 ഇല്ല. അതുകൊണ്ട് നമ്മൾ പറയും എന്താണ്? എ എന്ന് പറയുന്നവൻ എന്തല്ല? സബ്സെറ്റ് ഒന്നും അല്ല. അപ്പൊ നമ്മൾ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എ സബ്സെറ്റ് അല്ലെന്ന് കാണിക്കുന്നതിന് നമ്മൾ വെട്ടിടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം പാർട്ടാണ്, സബ്സെറ്റിന്റെ ഒരു പ്രോബ്ലം പാർട്ട് പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ ഈ രണ്ട് സിമ്പലുകൾ ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ആ സ്യൂട്ടബിൾ സിമ്പല് നിങ്ങൾ താഴെ പറയുന്ന സെറ്റുകൾ നിങ്ങൾ പെയർ ഓഫ് സെറ്റ്സ്, രണ്ട് സെറ്റുകൾ പറഞ്ഞേക്കും. ആ താഴെ പറഞ്ഞിരിക്കുന്ന സെറ്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് എ കോമ ബി, ഇവിടെ സെറ്റ് ബി കോമ സി കോമ എ. നോക്കിയേ, ആദ്യത്തെ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും രണ്ടാമത്തെ സെറ്റിനകത്തുണ്ടോ? ഉണ്ട്, ആണല്ലോ. അപ്പൊ നമുക്ക് പറയാം ഓക്കെ, എ ബി എന്ന് പറയുന്നത് ഈ കാണുന്ന രണ്ട് എലമെന്റ്സുകൾ ഇവിടെ ഉണ്ട്, ബിയും എ ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഈ കാണുന്ന സെറ്റിനകത്തുള്ള എല്ലാ പേരും ഇപ്പുറത്തുള്ളത് കൊണ്ട് ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റിന്റെ എന്താണ്? സബ്സെറ്റ് ആണ്. അപ്പൊ നമ്മൾ ആ സബ്സെറ്റിന്റെ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് പറഞ്ഞിരിക്കുന്നതാണ് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് X is a boy in the school, in your school. രണ്ടാം സെറ്റ് പറഞ്ഞിരിക്കുന്നതാണ് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഇൻ യുവർ സ്കൂൾ. നോക്കിയാ, ഫസ്റ്റ് സെറ്റ് പറഞ്ഞിരിക്കുന്നത് എക്സ് ഈസ് എ ബോയ് ഇൻ യുവർ സ്കൂൾ. അതായത് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുള്ള സെപ്പറേറ്റർ ഫോം എഴുതിയിരിക്കുന്നെങ്കിലും അതിന്റെ മീനിങ് എത്രയുള്ള സെറ്റ് ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ സ്കൂൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഇൻ യുവർ സ്കൂൾ. എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഇൻ യുവർ സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡന്റ്സ് ഇൻ യുവർ സ്കൂൾ. അപ്പൊ നമ്മൾ നോക്കണം, ഇവിടെ ഉള്ള ബോയ്സുകളെല്ലാം സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനകത്ത് വരുന്നുണ്ടോ? വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് പറയാം ബോയ്സിന്റെ സെറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യാം അവിടെ. ഓക്കെ, മൂന്നാമത്തെ set of all x such that x is a circle in the plane. നമ്മളെ പ്ലെയിൻ ഉള്ള ഒരു സർക്കിൾ ആണ്. പ്ലെയിൻ ഉള്ള സർക്കിൾ ആണ് x എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് x such that x is a circle in the plane with origin as center.
സെറ്റ് അപ്പോൾ എക്സ് ഇതായിട്ട് എക്സ് ഇസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ അത് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സെറ്റ്. അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്ലെയിൻ നമുക്കിപ്പോ ഒരു ബ്ലാക്ക് ബോർഡ് ആക്കാം. ഈ ബ്ലാക്ക് ബോർഡിനകത്ത് എനിക്ക് ആവശ്യമുള്ള നമുക്ക് അവിടെ എക്സ് വൈ ആക്സിസ് ഞാൻ എക്സ് ആക്സിസ് ഇന്റർസെറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒറിജിൻ വന്നു. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ഇസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ. സർക്കിൾ ഇൻ ദ പ്ലെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇങ്ങോട്ടും ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു സർക്കിൾ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം, ഇവിടെ ഒരു കുഞ്ഞു സർക്കിൾ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഈ സർക്കിളുകളെല്ലാം ഈ സെറ്റിനകത്ത് വരും. പക്ഷെ രണ്ടാമത്തെ സെറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് ഇസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ. പ്ലെയിനുള്ള ഒരു സർക്കിൾ ആണ് വിത്ത് ഒറിജിൻ ആസ് സെന്റർ. അതിന്റെ സെന്റർ എന്തായിരിക്കണം? ഒറിജിൻ ആയിരിക്കണം. അപ്പോഴാണ്ട് ഇങ്ങനെയുള്ള സർക്കിൾസ് കണ്ട. അപ്പൊ ഈ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആവും? അവിടെ ഇല്ല. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞിരിക്കുന്ന സെറ്റുകളൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സർക്കിളുകളൊന്നും ഒറിജിൻ സെന്റർ ആയിട്ട് അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്ന ഒറിജിൻ ആയിട്ട് വരുന്ന സർക്കിൾസ് അല്ല. അപ്പൊ ഈ സർക്കിൾസുകളൊന്നും ഇപ്പുറത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ സബ്സെറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ സബ്സെറ്റ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതെന്തല്ല സബ്സെറ്റ് അല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതാണ് എക്സസൈസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ആൻ എക്സസൈസ് ദാറ്റ് എക്സ് ഈസ് all even natural numbers. Okay. രണ്ടാം സെറ്റ് പറഞ്ഞിരിക്കുന്നതാണ് സെറ്റ് ഓഫ് എക്സ് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റിജർ. എക്സ് എന്ന് പറയുന്നത് ആദ്യ സെറ്റ് പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ഇവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് നമ്മൾ ഇവൻ നാച്ചുറൽ നമ്പേഴ്സ് 2, 4, 6, 8, 10 എക്സെട്രാ അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. ഇതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇന്റിജർ. എക്സ് ഇസ് ആൻ ഇന്റിജർ എന്ന് പറയുന്ന നേരത്തെ അവിടെ ആരൊക്കെ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 എക്സെട്രാ വരും, 0 വരും, -1, -2, -3, -4, -6 എക്സെട്രാ, -5, -6 എക്സെട്രാ ഇങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ 2, 4, 6, 8, 10 എക്സെട്രാ എന്ന് പറയുന്ന എല്ലാ എലമെന്റ്സും എപ്പുറത്തും ഉണ്ട്, രണ്ടാമത്തെ സെറ്റിനകത്തും ഇല്ലേ? അപ്പൊ ആദ്യത്തെ സെറ്റിനകത്തുള്ള എല്ലാ പേരും രണ്ടാമത്തെ സെറ്റിനകത്തുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സബ്സെറ്റ്. നമുക്ക് എന്ത് പറയാൻ നോക്കും? സബ്സെറ്റ് ആണെന്ന് പറയാൻ നോക്കും. ഓക്കെ, ഇനി 4 ശ്രദ്ധിച്ചോ. ഇതാരാണ്? നൾ സെറ്റ്. ഇവിടെ ശ്രദ്ധിച്ചോളുക. ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു നൾ സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ നൾ സെറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. സോ എപ്പോഴും ശ്രദ്ധിക്കുക, നൾ സെറ്റ് ഈസ് ആൾവേസ് എ subset of every set. Null set is a subset of every set. Okay. ഇനി ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നു. സെറ്റ് ഓക്കെ, ഇവിടെ എയും ബി രണ്ട് എലമെന്റ്സ്. ഈ രണ്ട് എലമെന്റ്സ് അതായത് ഇവിടെ ഇല്ലേ? മോർ ഓവർ ഈ രണ്ട് സെറ്റുകൾ എന്താണ്? ഈക്വൽ അല്ലേ? ഈക്വൽ സെറ്റ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എന്തായിരിക്കും? സബ്സെറ്റ്. അതായത് നമുക്ക് വേറെ രീതി പറയുകയാണെങ്കിൽ ഒരു സെറ്റ് അതിനോട് തന്നെ എപ്പോഴും എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ പറയാം ഏതൊരു സെറ്റ് എഴുതുകയാണെങ്കിൽ എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ആൾവേസ്. ഓക്കെ, ആരെങ്കിലും നമ്മൾ അടുത്തൊരു നേരത്തെ റിസൾട്ട് ഉണ്ട്, നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. നൾ സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. പിന്നീട് നമ്മൾ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യം നമുക്ക് അവിടെ ആവശ്യമുള്ളതാണ്. എന്തൊക്കെയാണ്? Null set is a subset of every set and a set itself is a subset of every set. അതായത് നൾ സെറ്റും അതേ സെറ്റും എപ്പോഴും ഒരു ഗിവൺ സെറ്റിന്റെ സബ്സെറ്റ്സുകൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യം, ഇത്രയും കാര്യങ്ങൾ, ഈ 6 ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സബ്സെറ്റ് നോട്ട് എ സബ്സെറ്റ് അതിന്റെ ഒരു കോൺസെപ്റ്റ് നമുക്കിപ്പം കിട്ടിക്കഴിയും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ.